ഹലോ കൂട്ടുകാരെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ ചെമ്മീൻ പീര വെക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. ഇതിനായിട്ട് ഞാൻ കുറച്ച് ചെമ്മീൻ റെഡിയാക്കി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. നല്ലവണ്ണം നന്നാക്കി വൃത്തിയാക്കി കഴുകി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഞാനൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് അങ്ങോട്ട് കൊടുത്തു. ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. അപ്പൊ ആദ്യം കുറച്ച് ഉപ്പ് അങ്ങോട്ട് ചേർത്തട്ടെ. പിന്നെ റെഡിയായി വരുമ്പോഴേക്കും പിന്നെ നോക്കി ടേസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഉപ്പ് ചേർത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി അങ്ങോട്ട് ചേർത്തിട്ടെ ഇതിന് വേവാൻ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അടച്ചൊന്ന് അങ്ങോട്ട് വേവിക്കാനായിട്ട് വെച്ച് ഇതങ്ങോട്ട് വെന്ത് വരുമ്പോഴേക്ക് കുറച്ച് തേങ്ങയുടെ അരപ്പ് റെഡിയാക്കണം. അതിനായിട്ട് ഒരു 1/4 മുറി തേങ്ങ ചിരവ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളകും ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്തു. പിന്നെ അതിലൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടു. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, അപ്പോൾ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് അങ്ങോട്ട് എടുത്തു. ഇപ്പൊ ഫൈനായിട്ട് അരയേണ്ട ആവശ്യമൊന്നുമില്ല, പീരയ്ക്കൊക്കെ അങ്ങനെയാണല്ലോ, ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പൊ തേങ്ങ ക്രഷ് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഈ ചെമ്മീൻ ഏകദേശം വെന്ത് വെള്ളമൊക്കെ വറ്റി അങ്ങോട്ട് വന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആ തേങ്ങ അരച്ചത് അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുത്തേ നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പൊ ഞാനേ ഇത്രയും നേരം ഇതിലേക്ക് ഓയിലൊന്നും അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചട്ടെ ഇത് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്തു. അപ്പൊ ഇത് മിക്സ് ചെയ്യുമ്പോൾ ഞാൻ ചെറിയ തീയിലാണ് മിക്സ് ചെയ്തത്. അപ്പൊ ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് തന്നെ എടുക്കണം, കാരണം അടിക്ക് പിടിക്കാണ്ട് ഒന്ന് നല്ലവണ്ണം അടക്കി നല്ലവണ്ണം അതങ്ങോട്ട് യോജിപ്പിച്ച് അങ്ങോട്ട് എടുത്തിട്ട് ചെറിയ തീയില് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പീര ചെമ്മീൻ പീര ഇവിടെ റെഡിയാവും. ചെമ്മീനെ വലിയ വേവൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. സാധാരണ മീൻ പീര എന്ന് പറയുമ്പോഴേ ചാള, അത് മത്തി ഉണ്ടല്ലോ അത്, അല്ലെങ്കിൽ കൊഴുവ, നമ്മുടെ നത്തോലി, ഇതിന്റെയൊക്കെയാണ് മീൻ പീര വറ്റിച്ചങ്ങോട്ട് എടുക്കാറുള്ളത്. ഞാൻ ചെമ്മീൻ വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ആ ചെമ്മീന്റെ ഫ്ലേവറിലെ തേങ്ങയുടെ പീര അങ്ങോട്ട് വറ്റിച്ചങ്ങോട്ട് എടുക്കുമ്പോഴേ നല്ല അടിപൊളി രുചിയാണ്.